ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു കയാക്കിങ്ങിന് പോയാലോ? നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. ഇത്രയും കാലമായിട്ട് നമ്മൾ ദൂരെ പോയിട്ടില്ല. അൽസുറ, ആ ഭാഗത്ത് ഇവിടെ അജ്മാൻ അറിയുന്നവർക്ക് അറിയാം. അവിടെ ക്വസ്റ്റ് ഫോർ അഡ്വെഞ്ചേഴ്സ് അങ്ങനെ ഒരു ടീമുണ്ട്. അവരാണ് ഈ കയാക്കിങ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു രാവിലെ 10 മണിയൊക്കെ ആകുമ്പം ആണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ നമ്മൾ 9:30 ആകുമ്പോൾ അവിടെ എത്തണം. രജിസ്ട്രേഷൻ അങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം പിന്നെ വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. ഇവർ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലൊക്കേഷൻ അങ്ങനെ അയച്ചു തരുന്നുണ്ട്. അപ്പം ആ ലൊക്കേഷൻ ആക്ച്വലി നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ്സേ ഉള്ളൂ. അവിടെ എത്തിയപ്പോഴേക്കും കുറേ ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് സിഗ്നേച്ചറൊക്കെ ഇടുക, അത്ര തന്നെ. പിന്നെ നമ്മളൊരു 1 അവർ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ അവിടെ എത്തിയപ്പോൾ മനസ്സിലായി ഫ്ലെമിംഗോസിനെ കാണണമെങ്കിൽ കുറച്ചുകൂടെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഒരു 2 hours കയാക്കിങ് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ എന്നാൽ 2 hours കയാക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ തുടങ്ങുന്നതിൻ്റെ മുന്നേ നമുക്കൊരു ബ്രീഫിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ നമ്മുടെ മൊബൈൽസ് നമ്മൾ മൊത്തത്തിൽ വെറ്റാവുന്നവർ പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലോത്തിങ് ഒക്കെ ഇട്ടിട്ട് തന്നെ അവർ വരാൻ പറഞ്ഞ്. ഞങ്ങൾ ഏകദേശം പ്രിപ്പയർഡ് തന്നെ ആയിരുന്നു. പക്ഷേ ഫോണിന് അവരൊരു കവറ് സജസ്റ്റ് ചെയ്തു. പിന്നെ തുടങ്ങുന്നതിന് മുന്നേ ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട്, ഇവിടെ ടൈഡ്സ് ഉണ്ടാവും, അങ്ങനെയുള്ളൊരു ചെറിയ ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജേർണി പ്രോഗ്രസ് ചെയ്യുന്നത്, എവിടെയാണ് ആഴം കൂടുതലുണ്ടാവുക, പിന്നെ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അവർ ലൈഫ് ഗാർഡ്സൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇതൊരു ഗൈഡഡ് ടൂറാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും പേടിക്കാനില്ല. ആക്ച്വലി നാച്ചുറൽ റിസർവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം കൈ കൊണ്ടുപോകാം. കാരണം നമ്മളവിടെയൊക്കെ ഫുഡ് വലിച്ചെറിയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനായിരിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാട്ടർ കൊണ്ടുപോകാം. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ ഫ്ലെമിംഗോസിനെ കാണാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ബിക്കോസ് ഇപ്പോൾ ക്ലൈമറ്റും എല്ലാം കൊണ്ടും നല്ലതാണെന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ അതിനടുത്തേക്ക് പോവില്ല, അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, അവർ ഹാബിറ്റേറ്റാണ് അങ്ങനെയൊക്കെ. Don't worry, I'm the high mountain rescuer as well from Nepal, in the mountain, and here working in the water sports. Alright, so no worries. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. കയാക്കിൻ്റെ അടുത്തേക്ക് കുറച്ച് നടക്കാണ്ട്, അതും ഒരു മാംഗ്രൂവ് വാക്ക് എന്നുള്ള രീതിയിൽ അവർ ഒരു ചെറിയ പാത്ത് വേ പോലെ ഇട്ടിട്ടുണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ, നല്ല രസമുണ്ടായിരുന്നു അതിൽ കൂടെ നടക്കാൻ. അങ്ങനെ കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കയാക്കിങ്ങിൻ്റെ സ്ഥലത്തെത്താം. This must be always in your right hand. Yeah. Please do not hold it very tight. Yeah. On your right hand, just hold it tight enough, and then. ഇവിടെ എത്തിയിട്ടും ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. ആക്ച്വലി എങ്ങനെയാണ് കയാക്ക് ഓടിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പാഡൽ ചെയ്യുമ്പോൾ ഏത് ഡിറക്ഷനിലാണ് പോവുക, എങ്ങനെയാണ് കയാക്കിൽ കയറുക, എങ്ങനെയാണ് ഇറങ്ങേണ്ടത്, അങ്ങനെ കുറേ എല്ലാം പറഞ്ഞു തന്നു അവർ. ഇനി പിന്നെ ഓരോ കയാക്കിങ്ങായിട്ട് എടുക്കാൻ തുടങ്ങി. എന്നിട്ട് നമ്മളെ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരായിട്ട് ഇതിലേക്ക് കയറാനും തുടങ്ങി. Three people. Yeah, you can go in the back, she can go in the middle, you can go in the middle. Okay. This one minute. Okay, thank you. I'll sit or she will sit. Okay, sit down. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ കയറി. ആക്ച്വലി കയറാൻ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കയറി. പിന്നെ നമ്മൾ കയാക്കിങ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഞങ്ങൾ ആസ് യൂഷ്വൽ കുറച്ച് അടിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഞാൻ ഓടിക്കുന്ന രീതിയല്ല, എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക് ഓടിക്കുമ്പോൾ ഇങ്ങോട്ട് പോകുന്നു, റൈറ്റിലേക്ക് ഓടിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അടിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ആണ് നമ്മൾ ആ സിനർജിയിൽ എത്തിയതെന്ന് പറയാം. പിന്നെ അത്ര രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം
ഇതിൻ്റെ നമ്മൾ ഹത്തയിലും കയാക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തും ഇവിടെയും ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഈ മാംഗ്രോവ്സിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പം ഈ കുഞ്ഞി നമ്മുടെ ഒരു പാത്വേ ഉണ്ട്. അവർക്കൊരു കനാൽ പോലെ, കനാലാണോ എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. ചെറിയ ഇങ്ങനെ ഈ മാംഗ്രോവ്സ് വളർന്നിട്ടുള്ള ഒരു ചെറിയൊരു ഒരു ആർച്ച് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതിനുള്ളിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിലേ പോകുമ്പോഴാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുക. അപ്പം അതിൻ്റെ അകത്ത് ആക്ച്വലി ഞാൻ ചെയ്തില്ല കേട്ടോ, ഞാൻ പാഡിൽ ചെയ്തില്ല. ഞാൻ അവിടെ തന്നെ, കാരണം നമ്മൾ മുന്നേ പോകുന്നവരും ബാക്കിൽ പോകുന്നവരൊക്കെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പം ലാട്ടം മാത്രം ഗൈഡ് ചെയ്തു. ഞാനും ആശിയും പാഡിലൊക്കെ എടുത്ത് അകത്ത് വെച്ചു. ആശയ്ക്ക് ഈ പ്രാവശ്യം ഭയങ്കര ഇഷ്ടമായിട്ടോ. ആശയ്ക്കും പാഡിലൊക്കെ കൊടുത്തു. അപ്പം അവളും അതൊക്കെ തട്ടിമുട്ടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും ആക്ച്വലി സാധാരണ കയാക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഷാർജയിലൊക്കെ പോയപ്പം അവിടെ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ അവൾക്ക് ബോറടിക്കുന്നുണ്ടായിരുന്നു. ഇതാകുമ്പോൾ അവൾക്കൊരു പാഡിലൊക്കെ കിട്ടിയപ്പം അവൾക്ക് ആക്ച്വലി ഇഷ്ടമായി. അവളും എന്തൊക്കെയോ ചെയ്യുന്ന പോലെ. പിന്നെ ഇവിടെ ഈ പോകുന്ന വഴിക്ക് നല്ല കുറേ ബേർഡ്സ്, കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡ്സൊക്കെ കണ്ടു. മോർണിംഗിൻ്റെ ആ ഒരു ഇതാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതാ ദൂരെയായിട്ട് ഞങ്ങളങ്ങനെ പാഡിൽ ചെയ്ത് ഫ്ലെമിംഗോസിൻ്റെ അടുത്തെത്തി. അപ്പോൾ ആ ഫ്ലെമിംഗോസിൻ്റെ അടുത്തെത്തുമ്പോഴാണ് അടുത്ത ബ്രീഫിംഗ് ഉള്ളത്. അതായത് ഫ്ലെമിംഗോസിനെ കുറിച്ച് പറയുന്നതും ഇവിടുത്തെ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നതും മാംഗ്രോവ്സിനെ കുറിച്ച് പറയുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ അവർ നമ്മൾ വന്നവരെല്ലാവരും ഇതുപോലെ ഗ്രൂപ്പാക്കി നിർത്തിയിട്ട് പിന്നെ അയാളുടെ വക കഥയല്ല കേട്ടോ, ആക്ച്വലി നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. I know like most of you are from India, അതെല്ലാം കഴിഞ്ഞ് so നമ്മൾ India has like ഫ്ലെമിംഗോസിനൊക്കെ more than കുറച്ച് 15 നേരം different വാച്ച് ചെയ്ത് species ഞങ്ങൾ and the തിരിച്ച് largest വീണ്ടും mangrove forest തിരിച്ച് Sundarban കയാക്ക് ചെയ്തു. in India. Yeah, so here in Middle East here is only one species. This is called grey mangroves. Sometimes people used to say white mangrove as well, and the scientific name is Avicennia marina. Local people in Arabic they used to say garam. So this is the only tree growing in the coastal area where the sea water can access, right? Yeah, most of the trees they die in salt water. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ഏകദേശം പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് എനിക്ക് പുതുതായിട്ട് കിട്ടിയൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. ഫ്ലെമിംഗോസും ആക്ച്വലി മനുഷ്യന്മാരെ പോലെ കിഡ്സിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി മിൽക്ക് ചെയ്യത്രേ. ആ മിൽക്ക് ആക്ച്വലി അവരുടെ ഹെഡിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് അവർ കുട്ടികൾക്ക് സാധാരണ രീതിയിൽ ഫീഡ് ചെയ്യും. പക്ഷെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ആവശ്യത്തിന് മീനോ അങ്ങനെയൊന്നും കിട്ടിയില്ല എങ്കിൽ അവർ ഈ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യത്രേ. അതിൻ്റെ കളറ് ഒരു മെറൂണിഷ് ഡാർക്ക് റെഡ് ആയിരിക്കുന്നു. അത് ആക്ച്വലി നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലെമിംഗോസിനൊക്കെ കണ്ടു. നമ്മൾ ന്യൂ ടേൺ എടുത്ത് തിരിച്ച് നമ്മുടെ ബേസിലേക്ക് തന്നെ പോവുകയാണ്. തിരിച്ച് പോകുന്ന വഴിക്കാണ് നമ്മൾ ആക്ച്വലി ആ കുഞ്ഞി പാത്വേ എന്ന് പറഞ്ഞില്ലേ, അതിൽ കൂടെ കുറേ എണ്ണം പോകാനുള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ ആക്ച്വലി ഒന്നിൽ മാത്രമേ പോയിട്ടുള്ളൂ. ഇതെല്ലാം കുറച്ചുകൂടി നാരോ. അപ്പം നമ്മൾ ഓരോരുത്തരായിട്ട് പോയതിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം കുറച്ച് ആ പാത്ത് ക്ലിയർ ആവുന്നവരെ. അതിൻ്റെ ഉള്ളിൽ അവർ കുടുങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാനുവർ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പേസ് ഓരോ കയാക്ക് നമ്മൾ സ്പേസ് വിട്ടിട്ട് കയറാൻ വേണ്ടിയിട്ട് അവരെന്നെ സജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് വെയിറ്റ് ചെയ്യണം.
very pretty. അതൊരു ബേർഡിന്റെ ഇതുണ്ടോ? നിന്റെ തലയിൽ വേണം. നിന്റെ തലയിൽ വേണം. ഈ ഇത് Ah, bird nest. ഇതുണ്ടോ? That we are stuck. Again we are stuck. We are out. Yes, maybe we'll have to stop for everyone to come, and then once we start, you can. തിരിച്ചിങ്ങോട്ട് കുറേ നാരോ പാത്തതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ വന്നത്. കാരണം അവർ പറഞ്ഞതിൻ്റെ റീസണും ടൈഡ്സ് കൂടുതലായിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ കയാക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാത്തെടുക്കുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നമ്മളുടെ അടുത്ത് അവർ കയാക്ക് ചെയ്യാനും പറയുന്നത് ഈ മാംഗ്രോവ്സിൻ്റെ സൈഡിൽ കൂടെയാണ്. എക്രോസ് അങ്ങോട്ട് പോകുമ്പം നടുക്കൂടെ ആകുമ്പോൾ കൂടുതൽ നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായി. നമ്മൾ തിരിച്ചെത്തി. ഫുള്ള് നനഞ്ഞിട്ട് എത്തിയത്. How was the experience, guys? It was super cool. It was super wet. ഞങ്ങളൊരു ഫോണേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചാർജേഴ്സും ഏകദേശം തീർന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു വരുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പം ശരി, അത്രയേ ഉള്ളൂ. ബൈ.